സ്ത്രീധനം വാങ്ങിച്ച പൈസ കൊണ്ട് കാനഡയിലെ ടെസ്ല വാങ്ങിച്ച ഒരു മണ്ടനെ ഞാൻ ഈ അടുത്ത് പരിചയപ്പെട്ടു. 2 കാര്യത്തിലാണ് എനിക്ക് പുച്ഛം. ഒന്ന്, അവൻ സ്ത്രീധനം വാങ്ങി. 2, ആ പൈസ കൊണ്ട് ഇതുപോലൊരു ഡെപ്രിസിയേറ്റിംഗ് അസറ്റിൽ അവൻ ഇൻവെസ്റ്റ് ചെയ്തു. മണ്ടത്തരം എല്ലാവർക്കും പറ്റും. പക്ഷേ എപ്പോഴും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് ഈ മിഡിൽ ക്ലാസ് ആളുകളായിരിക്കും. അവിടെയാണ് ഈ റിച്ച് ആയിട്ടുള്ളവരുടെയും നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളത്. റിച്ച് ആയിട്ടുള്ള മിക്ക ആളുകളും കാറ് പർച്ചേസ് ചെയ്യുന്നത് ലോൺ എടുത്തിട്ടായിരിക്കും. പൈസ ഇല്ലാത്തതുകൊണ്ടല്ല ട്ടോ. അതിന്റെ പുറകില് വേറൊരു പരിപാടിയുണ്ട്. കാറ് വാങ്ങിക്കാനുള്ള പൈസ ലിക്വിഡായിട്ട് കയ്യിലുണ്ടെങ്കിൽ ആദ്യം ഒരു ഇൻകം ജനറേറ്റിംഗ് അസറ്റിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ റിയൽ എസ്റ്റേറ്റ്. എന്നിട്ട് അതിൻ്റെ അകത്തു നിന്നുള്ള ഇൻകം വെച്ച് ഇപ്പുറത്തുള്ള കാർ ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ അടയ്ക്കുക. എന്നിട്ട് ഈ കാറിൻ്റെ മെയിൻ്റനൻസിനായിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും ഫ്യൂവല്, ഇൻട്രസ്റ്റ് ഇൻക്ലൂഡിങ് ഡെപ്രിസിയേഷൻ വരെ ബിസിനസ് ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന ടാക്സബിൾ ഇൻകം എന്ന് നമ്മൾ ടാക്സ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഒരു 5 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത റിയൽ എസ്റ്റേറ്റിന്റെ വാല്യൂ ഒബ്വിയസ്ലി കൂടിയിട്ടുണ്ടാവും. കാറിന്റെ ഡെപ്രിസിയേഷൻ നമ്മളെ ബാധിക്കുന്നില്ല, കാരണം അത് നമ്മൾ ക്ലെയിം ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്ത എക്സ്പെൻസുകളാണ്. ഇനി കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു രൂപ പോലും ഇല്ലാത്ത എന്നെ പോലത്തെ സാധാരണ മിഡിൽ ക്ലാസ്സുകാർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ അതിൽ മനോഹരമായിട്ടുള്ള ഒരു അസറ്റ് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. ആ അസറ്റാണ് നമ്മളുടെ ടൈം. ഈ ടൈമിന്റെ ബ്യൂട്ടി ഏറ്റവും നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത് ഈ ടെമ്പററി ഫോറിൻ വർക്കേഴ്സിനാണ്. കാരണം നമുക്കറിയാം ഒരു ടൈം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഈ രാജ്യത്ത് നിന്ന് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. സോ മേക്ക് യൂസ് ഓഫ് ദ ടൈം ടു ബിൽഡ് ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സ്.